ഹായ്, ഹലോ, വെൽക്കം ടു ജി ക്യൂബ് അക്കാദമി. 4ാം ക്ലാസ്സിലെ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമായ എല്ലാവർക്കും നമ്മുടെ പുതിയ LSS പ്രിപ്പറേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മാത്സ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. മാത്സിന്റെ 1000വും കടന്ന് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. എന്താണ് LSS എക്സാം എന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലെ ഫസ്റ്റ് സ്കോളർഷിപ്പ് എക്സാം ആണ് LSS എക്സാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് ഗവൺമെന്റ് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും ഫസ്റ്റ് ബേസ് ആണ് ഈ LSS എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നമ്മൾ നേടിയെടുക്കും. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ തുടങ്ങി വെക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് മാത്സ് ആണ് കേട്ടോ. മാത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും 4ാം ക്ലാസ്സിൽ നല്ല മിടുക്കരായ കുട്ടികളാണ്. മിടുക്കരായ കുട്ടികൾ മാത്രമേ LSS എക്സാം എഴുതാൻ ഇവിടെ എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ 1000വും കടന്ന് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ചെറിയ ഒരു പോർഷൻ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത്. ഓക്കെ, പാറ്റേൺസ് ഒക്കെ ഭയങ്കര രസമാണല്ലേ ചെയ്യാൻ. നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയ പാറ്റേൺ വെച്ച് തുടങ്ങി നോക്കാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? 1000വും കടന്ന് എന്നാണ് അല്ലെ. 1000വും കടന്ന്. നമ്മൾ ഇതുവരെ 1000ത്തിന്റെ താഴെയുള്ള നമ്പേഴ്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. 1000ത്തിന്റെ താഴെയുള്ള ചെറിയ നമ്പേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ വലിയ കുട്ടികളായി അല്ലെ. LP സെക്ഷനിൽ ഏറ്റവും വലിയ കുട്ടികളാണ് നിങ്ങൾ അല്ലെ. LPക്കാരെ ഏറ്റവും വലിയ ചേച്ചിമാരും അല്ലെ ചേട്ടന്മാരുമായ കുട്ടികളാണ്. ഏറ്റവും അടിപൊളിയായ കുട്ടികളാണ് നിങ്ങൾ അല്ലെ. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താ? 1000വും കടന്നുള്ള നമ്പേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം 1000വും കടന്ന്. ഇതിലെ ചെറിയ പോർഷൻ ആയ പാറ്റേൺസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെറിയൊരു പാറ്റേൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലെ. ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 500, 1000, 1500. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 500, 1000, 1500 3 നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്പർ എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ എന്താണ്? നിങ്ങൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണല്ലേ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നോക്കാം. സെക്കൻഡ് നമ്പറിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് നമ്പറിനെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് നമ്പറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്പറിനെ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1000ൽ നിന്നും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലേ. 1000ൽ നിന്നും 500 മൈനസ് ചെയ്ത് എത്ര എന്നൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്ര മിടുക്കരായ കുട്ടികളാണ്. അപ്പൊ ജസ്റ്റ് നോക്കുക, എത്രയാണ് 1000ൽ നിന്ന് 500 മൈനസ് ചെയ്താല് 500 ആണ് അല്ലെ. അപ്പൊ എത്രയാണ് ഇവിടെ കൂടിയത്? 500ല് 500 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1000 കിട്ടിയത്. ഓക്കെ, ദെൻ 1500ലേക്ക് വരുമ്പോഴോ പിന്നെയും ഒരു പ്ലസ് 500 ആണ് ഇവിടെ ആഡ് ആയത്. അപ്പൊ ഈ പാറ്റേണിൽ ഏത് നമ്പർ ആണ് കൂടി കൂടി വരുന്നത്? ഈ പാറ്റേണിൽ കൂടി കൂടി വരുന്ന നമ്പർ 500 ആണ് അല്ലെ. 500 ആണ് ഈ പാറ്റേണിൽ കൂടി കൂടി വരുന്ന നമ്പർ 500. അപ്പൊ നെക്സ്റ്റ് ഈസി. ഇനി അടുത്ത നമ്പർ ഏതായിരിക്കും? 1500 പ്ലസ് 500 അല്ലെ. 1500 പ്ലസ് 500 എത്രയാണ്? 2000 ആണ് അല്ലെ. 2000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ ചോദിക്കുകയാണെങ്കിലോ നമ്മൾ ഇതിലും ഈസി ആയിട്ട് ചെയ്യുമല്ലേ. നെക്സ്റ്റ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലും ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, 2000ോടെ എന്ത് കൂട്ടണം? 2000ോടെ 500 കൂടി കൂട്ടി കൊടുക്കണം അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. എത്രയാണ് 2000 500 കൂട്ടിയാലേ? 2500 അല്ലേ. ഈ പാറ്റേൺ ഇങ്ങനെ 500 വെച്ചിട്ട് കൂടി കൂടി പോകും. ഓക്കെ, ഫസ്റ്റ് പാറ്റേൺ ഇത്ര സിമ്പിൾ ആയ ഒരു പാറ്റേൺ ആണ് അല്ലെ. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലെ? സിമ്പിൾ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഒരു പ്രയാസമില്ലാതെ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2000, 4000, 2000, 4000, 6000. ഇനി വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം.
ഒന്നാമത്തെ നമ്പർ ഏതാ? 2000. രണ്ടാമത്തെ നമ്പർ ഏതാ? 4000. മൂന്നാമത്തെ നമ്പർ ഏതാ? 6000. ഇനി വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതാ? ഇതാണ് ചോദ്യം. മുന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിൾ ആയി ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു വിഷയമാണോ? ഒരു വിഷയമാണോ? അല്ലേ? ഇത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യൂലേ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. എങ്ങനെ ചെയ്യും നോക്കിയോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെക്കൻഡ് നമ്പറിൽ നിന്നും ഫസ്റ്റ് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്തു. സെക്കൻഡ് നമ്പറിൽ നിന്നും ഫസ്റ്റ് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. എത്രയാണ്? ഈ 4000 4000-ൽ നിന്നും 2000-ന് നമ്മൾ മൈനസ് ചെയ്തു. എത്ര കിട്ടും? 4000-ൽ നിന്നും 2000-ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? നമുക്കറിയാം 2000 അല്ലേ? 2000 മൈനസ് ചെയ്യാനൊക്കെ ഈസി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ. മൈനസ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്താണ് ക്ലിയർ ആക്കി വെക്കണം. മൈനസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇൻറ്റു ചെയ്യാന് അതുപോലെ ഡിവിഷൻ ചെയ്യാനൊക്കെ നിങ്ങൾ അതൊക്കെ ബേസിക് നോളേജ് ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ സ്പീഡ് ചെയ്യാനുള്ള ഒരു നോളേജ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് ഇവിടെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നോക്ക. ഈ 4000-ന് 2000 മൈനസ് ചെയ്തപ്പോ നമുക്ക് 2000 കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതും കൂടി നോക്കാം. ഈ 6000-ന്റെ ജസ്റ്റ് മുന്നുള്ള നമ്പർ ഏതാ? 4000. ഈ 4000-നെയും കൂടി നമ്മൾ 6000 മൈനസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ പാറ്റേണിൽ ഏത് നമ്പർ ആണ് കൂടി വരുന്നത്? ഈ പാറ്റേണിൽ കൂടി വരുന്ന നമ്പർ 2000 ആണ് അല്ലേ? +2000 ഇങ്ങനെ കൂടി വരാണ് ഈ പാറ്റേണിൽ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതാ? 6000 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? യെസ്, +2000. നമ്മൾ 2000 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്പർ ഏതാ? 8000 ആണല്ലേ? 8000 അല്ലേ നെക്സ്റ്റ് നമ്പർ? ഇത്രയും സിമ്പിൾ ആണല്ലേ? ഇത്രയും സിമ്പിൾ ആണ് ഈ പാറ്റേൺ അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, the next question is, നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നോക്കിക്കോ. യെസ്, 2222, 3333, 4444. അടുത്ത നമ്പർ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നോക്കിക്കോ. 2222, 3333, 4444. നെക്സ്റ്റ് നമ്പർ ഏതാ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നെക്സ്റ്റ് നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടുമല്ലേ? നിങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ ഇവിടെ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്കറിയാം, എന്നാലും നമ്മൾ ഇവിടെ ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. സെക്കൻഡ് നമ്പറിൽ നിന്നും ഈ ഫസ്റ്റ് നമ്പറിനെ നമ്മളൊന്ന് മൈനസ് ചെയ്ത് നോക്കുന്നു അല്ലെ? സെക്കൻഡ് നമ്പറിൽ നിന്നും ഫസ്റ്റ് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുന്നു. എത്ര കിട്ടും? 3-ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 1. 3 ഇവിടെ അല്ലേ? 1 1 1 1111. ഏത് നമ്പറാണ് കൂടി വരുന്നത്? 1111 നമ്പർ കൂടി വരുന്നുണ്ട്. ഇവിടെ കൂടിയിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണോ? നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? ഇവിടെ അത് തന്നെയാണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 4444 മൈനസ് 3333 ആണോ? നോക്കിക്കോ. 4-ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോ അല്ലേ 1111 തന്നെയാണ് ഇവിടെ കൂടിക്കൂടി വരുന്നത്. അപ്പൊ ഈ പാറ്റേണിൽ ഏത് നമ്പർ ആണ് കൂടിക്കൂടി വരുന്നത്? 1 1 1 1. 1111 നമ്പറാണ് ഈ പാറ്റേണിൽ കൂടിക്കൂടി വരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ ഈസിയാണ്. ഈ 4444-ലേക്ക് നമ്മൾ 1111 ആഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ? വളരെ ഈസി, വളരെ രസകരമായ ഒരു പാറ്റേൺ ആണല്ലേ ഇത് അല്ലേ? ഏതാ നമ്പർ വരുന്നത്? 5555. നെക്സ്റ്റ് ആൻസർ നമുക്ക് കിട്ടിയില്ലേ? 5555. ഓക്കെ, ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിൽ എത്ര നമ്പേഴ്സ് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞെടുക്കൂലേ? എവിടെ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞെടുക്കൂലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ പാറ്റേൺസ് വരിക. ഈ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിൽ നിന്നും നമ്മളെ ഫസ്റ്റ് നമ്പറിനെ രണ്ടാമത് വരുന്ന നമ്പറിൽ നിന്നും നമ്മൾ ഒന്നാമത് വരുന്ന നമ്പറിന് നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അവർ തമ്മിലുള്ള ആ ഡിഫറൻസ്
ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ വ്യത്യാസമായിരിക്കും ഈ പാറ്റേണിൽ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരാം. ഈ വ്യത്യാസമാണ് ഈ പാറ്റേണിൽ ഇങ്ങനെ കൂടി വരാം. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലാസ്റ്റ് വന്ന നമ്പറിന് ആ വ്യത്യാസം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് വന്ന നമ്പറിന് ആ വ്യത്യാസം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ അല്ലെ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഒരു പാറ്റേണിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പാറ്റേണിലെ നെക്സ്റ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രണ്ടാമത് തന്ന നമ്പറിൽ നിന്നും ഒന്നാമത് തന്ന നമ്പറിന് നമ്മൾ മൈനസ് ചെയ്യണം. രണ്ടാമത് തന്ന നമ്പറിൽ നിന്നും ഒന്നാമത് തന്ന നമ്പർ നമ്മൾ മൈനസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ആ വ്യത്യാസം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പറിലും ആഡ് ചെയ്ത് പോകും അല്ലെ. കൂട്ടി കൂട്ടി ഇങ്ങനെ പോകും ഓരോ നമ്പറിലും. അതാണ് ആ പാറ്റേൺ വരിക. ഈ രണ്ടാമത്തെ നമ്പറിൽ നിന്നും ഒന്നാമത്തെ നമ്പറിനെ കുറച്ചിട്ട് ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഓരോ നമ്പറിലും നമ്മൾ ആ വ്യത്യാസത്തെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. ഡിഫറൻസ് ആണ് കേട്ടോ. ഡി എന്ന് കൊടുത്തത് ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ പാറ്റേൺ നമുക്ക് കിട്ടും. ഇത്ര സിമ്പിൾ ആണല്ലേ അല്ലേ? ഇത്രേ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. ഇനി ഇതിൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഇതിൽ നമ്മൾ LSS ഇത്ര സിമ്പിൾ ആയിട്ടല്ല ചോദിക്കാം. നമുക്ക് നമ്മൾ അത്രയും മിടുക്കരായ കുട്ടികളായതുകൊണ്ട് നമ്മളോട് കുറച്ചും കൂടി ടഫ് ആയിട്ടാണ് ചോദിക്കല്ലേ. ടഫ് ആവണല്ലോ അല്ലെ. നമ്മൾ അത്ര മിടുക്കരല്ലേ. അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പോർഷനിൽ നിന്ന് പഠിക്കണം. അതൊക്കെ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും അല്ലെ. നിങ്ങൾ അത്ര നല്ല ഉഷാറായ മക്കളാണ്. നിങ്ങൾ 4ാം ക്ലാസ്സിലെ അടിപൊളി മക്കളായതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് LSS എക്സാം എഴുതാൻ വന്നിരിക്കുന്നത് അല്ലെ. അത് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ മക്കളെല്ലാം ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ മാത്സിൽ എല്ലാവർക്കും 20 നമുക്ക് വാങ്ങിക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഏതാ ക്വസ്റ്റ്യൻ? 9999ന്റെയും 10,050ന്റെയും ഇടയിൽ വരുന്ന പൂജ്യത്തിൽ അവസാനിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക്. പൂജ്യത്തിൽ അവസാനിക്കുന്ന 5 സംഖ്യകൾ ഏതൊക്കെയാണ്? എന്താ ക്വസ്റ്റ്യൻ? 9999. ഏതാണ്? 9999ന്റെയും 10,050ന്റെയും ഇടയിൽ വരുന്ന പൂജ്യത്തിൽ അവസാനിക്കണം. വെറും നമ്പേഴ്സ് അല്ല. എന്താണ് പ്രത്യേകത? പൂജ്യത്തിൽ അവസാനിക്കണം അല്ലെ. പൂജ്യത്തിൽ അവസാനിക്കുന്ന 5 നമ്പേഴ്സിനെ നിങ്ങളോട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എങ്ങനെ എഴുതാം? ഈസി ആണല്ലേ. വളരെ സിമ്പിൾ ആണല്ലേ. എങ്ങനെ എഴുതാം നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലെ. അപ്പൊ ഏതായിരുന്നു നമ്പേഴ്സ്? 9999 അല്ലെ. ഈ 9999ന്റെയും 10,050ന്റെയും ഇടയിൽ വരുന്ന പൂജ്യത്തിൽ അവസാനിക്കുന്ന 5 നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ. നമുക്ക് നോക്കാം. അപ്പൊ ഈ 9999 നമുക്ക് വേണ്ടല്ലോ അല്ലെ. അത് പൂജ്യത്തിലല്ല അവസാനിക്കുന്നത്. ഈ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്പർ എടുക്കാനേ പാടില്ല കേട്ടോ. ഫസ്റ്റ് തുടങ്ങുന്ന നമ്പർ നമ്മൾ എടുക്കാൻ പാടില്ല. ഇടയിൽ എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന നമ്പർ നമ്മൾ എടുക്കാൻ പാടില്ല. അത് ഏത് ക്വസ്റ്റ്യൻ ആയാലും. അപ്പൊ ശ്രദ്ധിച്ചോളാം. 9999. അതിനുശേഷം വരുന്ന നമ്പർ ഏതാ? പ്ലസ് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിലേക്ക് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10,000 അല്ലെ. ഈ 10,000 പൂജ്യത്തിലല്ല അവസാനിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കിട്ടിയില്ലേ? ഒരു നമ്പർ നമുക്ക് കിട്ടി. ഒന്നാമത്തെ നമ്പർ ഏതാണ്? 10,000 ആണ്. ഇനി നമുക്ക് നോക്കാം. 10,000 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ ഏതാ? 10,000ത്തിൽ ഇത് കഴിഞ്ഞ പൂജ്യത്തിൽ അവസാനിക്കുന്ന നെക്സ്റ്റ് നമ്പർ ഏതാ? 10,010 ഉള്ളൂ അല്ലെ. 10,010 അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് നമ്പർ ഏതാ? 10,020 ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് നമ്പർ ഏതാ? 10,030 ഉള്ളൂ. 10,030 ഉള്ളൂ. അപ്പൊ അടുത്ത നമ്പർ ഏതാ? 10,000. എനിക്ക് കോമ കൺഫ്യൂഷൻ ആവൂലേ? ഒരുപാട് കോമാസ് വരുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവൂലേ? ചെറിയൊരു ലൈൻസ് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് കോമ വരുന്ന കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ 10,000, 10,010, 10,020, 10,030,
എത്ര നമ്പേഴ്സ് ആയി? 1, 2, 3, 4. ഓക്കെ, 10,040. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 10,050 അല്ലേ? ഇപ്പൊ 6 നമ്പേഴ്സ് ആയി മൊത്തം അല്ലെ? 6 നമ്പേഴ്സ് ആയി. 6 നമ്പേഴ്സ് നമുക്ക് വേണ്ട. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 5 നമ്പേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് വേണ്ട. നമ്മളോട് ആകെ ഇതിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഫസ്റ്റത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾ ഇടയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം അല്ലെ? ബിറ്റ്വീൻ എന്ന് പറയും. ബിറ്റ്വീൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോ ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പേഴ്സ് നമ്മൾ ആൻസറിൽ ഉണ്ടാവില്ല. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഈ നമ്പേഴ്സ് നമ്മൾ ആൻസറിൽ ഉണ്ടാവില്ല. അതിന്റെ ഇടയ്ക്കുള്ളപോലെ നമ്മളോട് കാണാൻ പറഞ്ഞത്. അവര് രണ്ടാളും കൂട്ടണ്ടാന്ന്. ഇത് ഫസ്റ്റത്തെ ആളെ ലാസ്റ്റത്തെ ആളെ നമ്മൾ കൂട്ടണ്ട. അവരെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ ഇടയിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഈ 10,050 നമുക്ക് ആവശ്യമില്ല. ഏതൊക്കെയാണ് നമ്മളെ നമ്പേഴ്സ്? 10,000, 10,010, 10,020, 10,030, 10,040. ഇത്രയുമാണ് നമ്മളെ നമ്പേഴ്സ്. ഈസി അല്ലേ? വളരെ ഈസി അല്ലേ? ഈ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ഈസി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ വേറൊരു മോഡൽ നോക്കോ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ വേറൊരു മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 8,000-ന്റെയും 9,000-ന്റെയും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? 8,000-ന്റെയും 9,000-ന്റെയും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേർഡ് അതാണ്. ഇടയിൽ എന്നുള്ള വേർഡാണ്. ഈ ബിറ്റ്വീൻ എന്നുള്ള വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബിറ്റ്വീൻ എന്നുള്ള വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 8,000 and 9,000? ഈ ബിറ്റ്വീൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ബിറ്റ്വീൻ എന്താണ് ഈ ബിറ്റ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 8,000-നെ നമ്മൾ കൂട്ടാൻ പാടില്ല, 9,000-നെ നമ്മൾ കൂട്ടാൻ പാടില്ല. ഓലെ രണ്ടാളും ഇടയിലുള്ളോലെ ചോദിച്ചിട്ടുള്ളൂ. ഓല് രണ്ടാളും നമുക്ക് ആവശ്യമില്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കാം. അവസാനത്തെ നമ്പർ അല്ലെ? അവസാനത്തെ നമ്പറിൽ നിന്നും നമ്മൾ അവസാനത്തെ നമ്പർ ഇല്ലേ? ഏതാ നമുക്ക് തന്ന അവസാനത്തെ നമ്പർ? ഈ 9,000 ഏതോ അവസാനത്തെ നമ്പർ അല്ല. നമുക്ക് തന്ന അവസാനത്തെ നമ്പർ ഏതാന്നാ ചോദ്യം. നമുക്ക് തന്ന അവസാനത്തെ നമ്പർ ഏതാ? അവസാനത്തെ നമ്പർ 9,000 ആണ്. ഈ 9,000-ൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം? നമ്മളെ ആദ്യത്തെ നമ്പർ ഏതാ? 8,000 ആണ്. ഈ 8,000-നെ മൈനസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യൂലേ? 9,000-ൽ നിന്നും 8,000 മൈനസ് ചെയ്താൽ എന്താ? നിങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറയുന്നില്ലേ? നിങ്ങൾക്ക് അറിയാലേ എന്താണ്? 9,000-ൽ നിന്നും 8,000-നെ മൈനസ് ചെയ്താൽ 1,000 ആണ് അല്ലേ? 1,000 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 1,000 അല്ല കേട്ടോ നമ്മൾ ആൻസർ എന്താ? ഈ 1,000-ൽ നിന്നും നമ്മള് ഒന്നും കൂടെ അങ്ങ് കുറച്ചു കൊടുക്കും. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ 1,000-ൽ നിന്നും നമ്മള് ഒന്നിനും കൂടെ മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. എന്താ അപ്പൊ ആൻസർ? ഈ 1,000-ൽ നിന്നും ഒന്നിനെ കുറച്ചാൽ എത്രയാ? നിങ്ങൾ പറയണ്ടല്ലേ എത്രയാണ്? 999. അപ്പൊ എത്ര നമ്മൾ ആൻസർ? 999 നമ്പേഴ്സ് ആണ് 8,000-ന്റെയും 9,000-ന്റെയും ഇടയിലുള്ളത്. ഇവരെ രണ്ടാളും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉള്ളതാന്ന് ചോദിച്ചത്? 999 നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇനി എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യൂലേ? ഉറപ്പല്ലേ? ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കാണ്. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കാണ്. ഓക്കെ, നമ്മളെ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോ നിങ്ങൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് ഇതിന് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് വേറെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പാറ്റേണിലെ ഒരു വെറൈറ്റി മോഡൽ. എങ്ങനെ നോക്കാം? 500 വീതം കുറഞ്ഞു വരുന്ന, നമ്മൾ നേരത്തെ കൂടിയാ പഠിച്ചതല്ലേ? 500 വീതം കുറഞ്ഞു വരുന്ന ഒരു പാറ്റേണിലെ നാലാമത്തെ സംഖ്യ 6,888
888 അല്ലേ? നമ്മുടെ ആൻസർ എന്താണ്? 8388 ആണ് നമ്മുടെ ആൻസർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ല. എങ്ങനെ കണ്ടുപിടിച്ചത് നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലേ? അപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നും കൂടി നോക്കിക്കോ. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഒന്നും കൂടി പറയാൻ പോവാണ്. 500 വീതം കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ, 500 വീതം കുറഞ്ഞു വരുന്ന ഒരു പാറ്റേണിലെ നാലാമത്തെ നമ്പർ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ നമ്പറിനെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പാറ്റേണിലെ ഒന്നാമത്തെ നമ്പർ ഏതാണ്? ഈ പാറ്റേണിലെ ഒന്നാമത്തെ നമ്പർ ഏതാന്ന് ചോദിക്കാണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? 500 വീതം കുറഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇങ്ങനെ ഈ 500 ഇങ്ങോട്ട് കൂട്ടി കൊടുത്താലേ ഓരോ നമ്പറിനെ നമുക്ക് കിട്ടൂലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഈ 6888 ഈ നമ്പറിന് 500 കുറഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ നമ്പർ കിട്ടിയത്. ഈ നമ്പറിൽ നിന്നും 500 കുറഞ്ഞപ്പോഴാണ് ഈ നമ്പർ നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ നമ്പർ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലേക്ക് ഒരു 500 നമ്മൾ കൂട്ടിക്കൊടുക്കും അല്ലേ? ഒരു 500 നമ്മൾ കൂട്ടിക്കൊടുത്തിട്ട് ഈ നമ്മൾ കണ്ടുപിടിക്കും. സിമ്പിൾ അല്ലേ? ഒരു 500 നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ ഇതിന്ന് 500 കുറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒരു 500 കൂട്ടിക്കൊടുക്കും. അങ്ങനെ ഈ 500 കൂട്ടി നമുക്ക് ഒന്നാമത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ഇത് പാറ്റേണിന്റെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എൽഎസ്എസിന് വരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് അങ്ങനെ ചോദിക്കില്ല, കുറച്ചും കൂടി ടഫ് ആയിട്ടായിരിക്കും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടേ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആവും. മനസ്സിലായോ? ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസിന്റെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിന്റെ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പാറ്റേൺസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വായിക്കാൻ പോകണം കേട്ടോ. നമ്മളെ അതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ നോക്കാൻ പോകട്ടെ. നോക്കിക്കേ, 7999 എന്ന സംഖ്യയിൽ നിന്നും 100 വീതം കുറഞ്ഞു വന്നാൽ അഞ്ചാമത് വരുന്ന സംഖ്യ ഏതാണ്? ഏതാ നമുക്ക് തന്ന നമ്പർ? 7999. നമ്പർ ഏതാ? 7999. ഈ നമ്പറിൽ നിന്നും എന്ത് കുറഞ്ഞു വരണം? 100 വീതം ഇങ്ങനെ മൈനസ് ചെയ്ത് വരണം. 100 വീതം കുറഞ്ഞു വരണം. അപ്പൊ അഞ്ചാമത് വരുന്ന നമ്പർ ഏതാണ് ചോദ്യം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചൊക്കെ 100 വീതം കുറച്ചൊക്കെ അല്ലേ? എങ്ങനെ കുറക്കാം? അറിയില്ലേ? കുറക്കാനൊക്കെ ഈസി അല്ലേ? അല്ലേ? 100നെ കുറച്ചപ്പോ എത്ര? 7899 ആയി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നമ്പർ ഏതായത്? 7999. രണ്ടാമത്തെ നമ്പർ 7899. ഓക്കെ, ഇതിന് നമുക്ക് എത്ര വയസ്സ് ചെയ്യണം? അടുത്ത നമ്പർ ഇടണമെങ്കിലേ ഇങ്ങനെ കുറഞ്ഞു വരല്ലേ? നമ്മൾ 100നെ കുറച്ചെടുക്കുന്നു. സിമ്പിൾ അല്ലേ? എത്രയാണ്? 7799. നമുക്ക് ഇങ്ങനെ കുറച്ച് കളിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇവിടെ ആൻസർ ഈസി ആയിട്ട് കിട്ടൂലേ? ഈസി ആയിട്ട് കിട്ടൂലേ? അടുത്ത നമ്പർ ഏതായിരിക്കും? 7699. 7599. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും 100നെ മൈനസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 100നെ മൈനസ് ചെയ്ത് കൊടുക്കുക. ഈസി അല്ലേ? എത്ര കിട്ടുക? കണ്ടില്ലേ? 7699. വീണ്ടും നമ്മൾ 100നെ മൈനസ് ചെയ്ത് എത്ര കിട്ടും? 7599. വീണ്ടും മൈനസ് ചെയ്താൽ 7499. ഇങ്ങനെ ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നുകൊണ്ടേ വരില്ലേ? സിമ്പിൾ അല്ലേ? ഇതും കൂടി നോക്കാം. 7999 എന്ന സംഖ്യയിൽ നിന്നും 100 വീതം കുറഞ്ഞ വരുന്നതില് 100 ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ അഞ്ചാമത് വരുന്ന സംഖ്യ ഏത്? അഞ്ചാമത് വരുന്ന സംഖ്യ ഒന്നാമത്തെ ആളാണ് 7999. ഈ 7999 നമ്മൾ 100നെ മൈനസ് ചെയ്തു. 100നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എത്ര കിട്ടി? 7799 കിട്ടി. അത് നമ്മൾ പിന്നെ 100നെ മൈനസ് ചെയ്തു. എത്ര കിട്ടി? 7799 കിട്ടി. അതിൽ നിന്ന് നമ്മൾ പിന്നെ 100നെ മൈനസ് ചെയ്തു. 7699 കിട്ടി. പിന്നെ നമ്മൾ 100നെ മൈനസ് ചെയ്തു. എത്ര കിട്ടി? 7599 കിട്ടി. അപ്പൊ നമ്മളോട് എത്രാമത്തെ നമ്പറാണ് ചോദിച്ചത്? അഞ്ചാമത് വരുന്ന നമ്പർ ഏതാന്നാ ചോദിച്ചേ? അഞ്ചാമത് വരുന്ന സംഖ്യ ഏത്? ഇത് 1 അല്ലേ? ഇത് 2, 3, 4, 5. അഞ്ചാമത്തെ നമ്പർ ഏതാ? അഞ്ചാമത്തെ നമ്പർ ഏതാ? 7599 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ? അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പാറ്റേൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരാം. ഈ പാറ്റേണിൽ വരുന്ന ഒരുവിധം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എക്സാം നടത്തുമ്പോൾ അപ്പൊ എക്സാമ്പിൾ രീതിയിൽ എന്തെല്ലാം
എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും തരും. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം ആൻസർ ചെയ്തിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കാണാൻ പറ്റുമോ അത്ര പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മാമിന്റെ മക്കളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഈ ടോപ്പിക് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നല്ല ഉഷാറായിട്ട് നെക്സ്റ്റ് ടോപ്പിക്